ലഹരി ഉപയോഗം ആശങ്കാജനകമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. രാജ്യത്തെ കുട്ടികൾ 12-13 വയസ്സിനിടയിലാണ് ആദ്യമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലം ആരംഭിക്കുന്നതെന്ന് പുതിയ ഒരു പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്തെ 10 പ്രധാന നഗരങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പുതിയ പഠനത്തിന്റെ കണ്ടെത്തലാണിത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ എയിംസിലെ ശാസ്ത്രജ്ഞർ കൂടി ഉൾപ്പെട്ടു നടത്തിയ പഠനത്തിലാണ് ഈ ആശങ്ക ഉണർത്തുന്ന വിവരങ്ങൾ വെളിവായിരിക്കുന്നത്. ഈ പ്രവണത തടയാൻ ഫലപ്രദമായ ഇടപെടലുകളും മുൻകരുതലുകളും ഉണ്ടാകേണ്ടതുണ്ട് എന്നവർ അടിവരയിട്ട് പറയുന്നു. ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ് അടക്കമുള്ള നഗരങ്ങളിൽ നിന്നുള്ള 8 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഏകദേശം 5900 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ പഠനമാണ് ശ്രദ്ധേയമായ ഈ വിവരങ്ങൾ വെളിവാക്കിയിട്ടുള്ളത്. ഈ നഗരങ്ങളിലെ സർക്കാർ, സ്വകാര്യ, ഗ്രാമീണ സ്കൂളുകളിലാണ് ഈ പഠനം നടത്തിയത്. ടബാക്കു, മദ്യം, കഞ്ചാവ്, ഇൻഹേലറുകൾ, സെഡിയേറ്ററുകൾ, ഓപ്പിയോയിഡുകൾ എന്നിവ ഉപയോഗിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് വിദ്യാർത്ഥികൾ ഇത് സമ്മതിച്ചിട്ടുള്ളത്. ലഹരി ഉപയോഗം ആരംഭിക്കുന്നതായി കണക്കാക്കിയ ശരാശരി വയസ്സ് 12.9 ആണ്. നേരത്തെ ഇന്ത്യയിൽ തന്നെ നടത്തിയിട്ടുള്ള സമാനമായ പഠനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം അന്താരാഷ്ട്ര പഠനങ്ങളുടെ കണ്ടെത്തലുകളെ അപേക്ഷിച്ച് കുറവുമാണ്. വലിയ ക്ലാസുകളിലേക്ക് പോകുന്ന കുട്ടികളിൽ ലഹരി ഉപയോഗവും വർദ്ധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 11-12 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ് വിദ്യാർത്ഥികളെക്കാൾ ഇരട്ടിയായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. പഠനത്തിൽ പങ്കെടുത്തവരിൽ 15% പേർ കുറഞ്ഞത് ഒരിക്കലെങ്കിലും ലഹരി ഉപയോഗിച്ചവരാണ്. 10% പേർ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ലഹരി ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഗവേഷക സംഘം കണ്ടെത്തിയത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതയാണ്. പഠനത്തിൽ പങ്കെടുത്ത ഏകദേശം 4/1 പേരുടെയും കുടുംബങ്ങളിൽ സ്ഥിരമായി തർക്കങ്ങൾ ഉള്ളതായി കണ്ടെത്തി. സംഘർഷഭരിതമായ കുടുംബാന്തരീക്ഷം കൗമാരക്കാരിൽ ലഹരി ഉപയോഗശീലങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നുവെന്ന് മുൻ ഗവേഷണങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളിലെ ലഹരി ഉപയോഗ പ്രവണത ഇല്ലാതാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായി സ്കൂളുകളിൽ സമഗ്രമായ പ്രതിരോധ ഇടപെടൽ പദ്ധതി ആവശ്യമാണ്. ലഹരി വിരുദ്ധ അവബോധവും വിദ്യാഭ്യാസവും, ലഹരി ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിപ്പിച്ചാൽ അതെങ്ങനെ നേരിടണം എന്നുള്ള പരിശീലനം, കൂടുതൽ റിസ്ക്കുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് മനഃശാസ്ത്രപരമായ സഹായം ഉറപ്പാക്കൽ, കുടുംബാന്തരീക്ഷങ്ങൾ സന്തുഷ്ടവും സമാധാനപരവും ആണെന്ന് ഉറപ്പാക്കൽ എന്നിവ കൊണ്ട് കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനാകും എന്നാണ് ഗവേഷകർ പറയുന്നത്.